വടകരയിൽ 171 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. SNDP യോഗം വടകര യൂണിയൻ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. ചതയ ദിനാഘോഷത്തിന്റെ വരവറിയിച്ച് നഗരവീഥികൾ പീത പതാകകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ ഈറ്റിലമായ വടകര യോഗത്തിന്റെ മലബാറിന്റെ അതിശക്തമായ യൂണിയനുകളിൽ ഒന്നാണ്. യൂണിയൻ കീഴിലുള്ള 118 ശാഖകളിൽ നിന്നായി 10,000-കണക്കിന് യോഗം പ്രവർത്തകരും ഗുരുഭക്തരും ഞായറാഴ്ച നടക്കുന്ന ചതയദിന ആഘോഷത്തിൽ പങ്കാളിയാവും. രാവിലെ 7 മണിയോടെ ആരംഭിക്കുന്ന ഗുരുപൂജയോടെ ചതയദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. യൂണിയൻ പ്രസിഡന്റ് MM ദാമോദരൻ പതാക ഉയർത്തും. വടകര ശ്രീനാരായണ ഹൈസ്കൂളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KK രമ MLA ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് MM ദാമോദരൻ അധ്യക്ഷത വഹിക്കും. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറും. ഉച്ചക്ക് ആയിരങ്ങളെ വിരുന്നൂട്ടി ചതയദിന സദ്യ നൽകും. വൈകിട്ട് 3:30 ശ്രീനാരായണ സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന ചതയദിന ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഗുരുഭക്തർ അണിനിരക്കും. നാടൻ കലാരൂപങ്ങളും ശിങ്കാരിമേളവും ഘോഷയാത്രക്ക് ഉത്സവാരവമേകും. ഘോഷയാത്ര പുതിയ ബസ് സ്റ്റാൻഡ്, എടോടി വഴി കോട്ടക്കുളങ്ങര സ്വാമിനാഥ ക്ഷേത്രത്തിൽ സമാപിക്കും. വടകര യൂണിയന് കീഴിലുള്ള ഗുരുമന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലും ചതയദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുപൂജയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. അവസാനഘട്ട ഒരുക്കങ്ങൾ യൂണിയൻ സെക്രട്ടറി PM രവീന്ദ്രന്റെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. പ്രിയപ്പെട്ട ഗുരുഭക്തരെ, നമ്മുടെ ലോക മഹാഗുരുദേവൻ്റെ 171 ജന്മദിനം നാളെ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മലബാറിലെ ഏറ്റവും വലിയ യൂണിയനായ വടകര യൂണിയനിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനം ആഘോഷപ്പെടുകയാണ്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ഗുരുപൂജയിൽ തുടങ്ങി 9 മണിക്ക് വടകരയുടെ MLA ശ്രീമതി KK രമ അവർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 2001 ശാഖ ഏർപ്പെടുത്തുന്ന സാമൂഹ്യ സദ്യയിലും തുടർന്ന് 3 മണിക്ക് നടന്ന ഘോഷയാത്രയിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. 3 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര ശ്രീനാരായണ സ്കൂളിൽ നിന്ന് ആരംഭിച്ച് ഫുട്പാത്ത് വഴി അപ്പാസൻസിന് മുന്നിലെത്തുകയും അവിടെ നിന്ന് എടോടി പഴയ സ്റ്റാൻഡ് വഴി കോട്ടക്കുളങ്ങര ശ്രീ സ്വാമിനാഥ ക്ഷേത്രത്തിൽ സമാപിക്കുകയാണ്. 5:30 മണിക്ക് നമ്മുടെ ഘോഷയാത്ര സമാപിക്കും. എല്ലാ ഗുരുഭക്തരും ഘോഷയാത്രയിലും നാളത്തെ ചതയദിന സമ്മേളനത്തിലും പങ്കെടുക്കണമെന്ന് യൂണിയൻ സെക്രട്ടറി നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.